ഗായ്സ്, അപ്പം ഞാൻ ഇന്ന് ഫസ്റ്റത്തെ ലോങ് വീഡിയോ ആയിട്ട് വന്നതാണ്. പോയിട്ട് സാധനങ്ങളൊക്കെ മേടിച്ച് വരുന്ന വഴിയാണ്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ഒക്കെ ഒന്ന് കാണാം. ഗൈസ്, ഞങ്ങളങ്ങനെ സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് 2 മാഗി മേടിച്ചു. മെയിനായിട്ട് കുഞ്ഞിന് മാഗിയാണ് വേണമെന്ന് പറഞ്ഞത്. ഞങ്ങൾ മാഗി മേടിച്ചു. പ്രശ്നമുണ്ട്, കുഞ്ഞിന് ഷെയ്ക്ക് ആവുന്നുണ്ട് ഗൈസ്. അത് നടക്കും തോറും ഞങ്ങളുടെ ഫോൺ ഇളകും. അത് നിങ്ങളൊന്ന് പരിഗണിക്കുക. പിന്നെ ഗൈസ്, പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഇത് നമ്മൾ വന്ന വഴി കൂടെ അല്ല നമ്മൾ പോണത്. അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ അമ്പലം ഇത് നമ്മൾ പാടത്ത് കൂടെയാണ് പോണത്. ബാക്കിന് എല്ലാ വിശേഷങ്ങളൊക്കെ ഒന്ന് കാണിച്ചു. ബൈ ബൈ ഗൈസ്. മാള് നടക്കുന്നുണ്ടോ? നല്ല അടിപൊളി സ്ഥലമാണ് കേട്ടോ. അവിടെ എന്താ പറയാ, ചളിയൊക്കെ ആയിട്ടുള്ള സ്ഥലമുണ്ട് ഗൈസ്. ഗൈസ് കണ്ടോ, ഈ ഒരു മരം കാണാൻ നല്ല പ്രത്യേക രസമുണ്ട് ഗൈസ്. കണ്ടോ, കുഞ്ഞിൻ്റെ സ്കൂളാണ് അത് കാണുന്നത്. പിന്നെ എൻ്റെ ഏട്ടൻ പഠിച്ച സ്കൂളാണ് ഗോകുല്. പിന്നെ നല്ല നല്ല ഈ ഒരു വീട് കണ്ടോ, പ്രത്യേകിച്ചിട്ട് നല്ല അടിപൊളി വീടാണ് കേട്ടോ ഗൈസ്. ഗൈസ് നല്ല രസമുണ്ട് ഗൈസ്. ഇവിടെ ഇത് നമ്മൾ എങ്ങനെയാ വെച്ചാൽ പള്ളി പഠിക്കുന്നത്. ഇത് വീട് എവിടെയാണെന്ന് അറിയാം നിങ്ങൾക്ക് ഗൈസ്. ഞങ്ങളെ വീട് വന്നിട്ട് ഇവിടെ എന്താ പറയുക, നമ്മുടെ കുറ്റിപ്പുറം MES കഴിഞ്ഞിട്ട് MES റോഡിൻ്റെ കയറിയിട്ട് കുറച്ച് കഴിഞ്ഞാൽ പള്ളിപ്പടി ഇല്ലേ, പള്ളിപ്പടിയിൽ നിന്ന് കുറച്ച് ഇങ്ങോട്ട് പോന്നാൽ മതി. കുറച്ച് അപ്പോൾ ഈ നല്ല പ്രദേശം കാണാം. നല്ല അടിപൊളി പ്രദേശം, നല്ല രസമുണ്ട് കാണാൻ. എൻ്റെ ബാക്ക് സൈഡൊക്കെ കാണോ, നല്ല രസമുണ്ട്. അപ്പുറത്തെ മാളുണ്ട് ഗൈസ്. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ നടന്ന് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ മുഖമൊക്കെ കാണാൻ നല്ല രസമുണ്ട് ഗൈസ്. ഇവിടെ നിന്ന് വെളിച്ചം കാണുന്നുണ്ട്. ഗൈസ്, അപ്പം ഞങ്ങളിങ്ങനെ നടന്ന് കുറേ സ്ഥലങ്ങളൊക്കെ കണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും സ്ഥലം ഇഷ്ടപ്പെട്ട് വിചാരിക്കുന്നു. പിന്നെ എന്താണെന്ന് വെച്ചാൽ കണ്ടോ ഗൈസ്, ഇവിടെ ഈ മരം കണ്ടൊക്കെ, ഈ മരം കണ്ടോ, അവിടുത്തെ മരം ഒന്ന് 2x കാണിച്ചിട്ടാ കണ്ടോ. ഈ ഒരു സ്ഥലം, ഈ ഒരു മരം കാണാൻ നല്ല ഭംഗിയുണ്ട് ഗൈസ്. അതെന്താണെന്നറിയില്ല. അപ്പോൾ പിന്നെ അതൊക്കെ കണ്ടോ. അപ്പം നമ്മൾ അവിടെ നിന്നൊക്കെ നടന്ന് ഇവിടെ എത്തിയിട്ടുണ്ട്. പിന്നെ ആ ഭാഗം കണ്ടോ, അതായത് ആ ഒരു കുന്നു പോലത്തെ, ഇവിടെ കുറേ കുന്നും മലയൊക്കെ ഉണ്ട് കേട്ടോ ഗൈസ്. ഞങ്ങളൊരു വീട് കുന്നത്താണ്. എല്ലാ കുഞ്ഞോ കുന്നത്താണ് ഗൈസ്. ആ കുട്ടീനെ കണ്ടോ ഗൈസ്, ആ കുട്ടി എനിക്ക് കുട തന്നില്ല ഗൈസ്. ഈ മാളു ഗൈസ്. അപ്പോൾ ഞങ്ങളെ ഹെഡർ റോഡിലോട്ട് കിടന്നു. നല്ല അടിപൊളി റോഡാണ് ഗൈസ് ഇത്. ഞങ്ങളെ മെയിൻ റോഡ് കഴിഞ്ഞു. ആള് നിൽക്കുന്നത് കണ്ടോ, ചളിക്കൂമ്പാരത്തിലാണ് ഗൈസ്. ഞാൻ നടക്കുന്നത് കണ്ടോ ഗൈസ്. ഗൈസ്, ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞില്ല ഇവിടെ ഒരു സ്കൂളുണ്ടെന്ന്. ഗോകുലിൻ്റെയും മാനസും പഠിക്കുന്ന സ്കൂളാണ്. നമുക്ക് കാണാം വരും ഗൈസ്. ഇവിടെ പാർക്കൊക്കെ ഉണ്ട്. ഇവിടെ 2ാം ക്ലാസ്സോ 4ാം ക്ലാസ് ഇവിടെ ഞാൻ പഠിച്ചിട്ടുണ്ട്. 4ാം ക്ലാസ് അങ്ങനെ എന്തൊക്കെ നല്ല ഓർമ്മ ഉണ്ട് ഇവിടെ വന്നത്. പിന്നെ ഇത് സ്റ്റേജാണ് ഗൈസ്. പരിപാടിയൊക്കെ ഉണ്ടാകുമ്പോൾ ഇതാക്കുന്നതാണ്. പണ്ടത്തെ LKG ആയിരുന്നു. പക്ഷേ അവിടെ പോയിട്ട് ഗൈസ് ഇതേപോലെ ഏട്ടൻ ഇവിടെ പഠിച്ചതാണ് കേട്ടോ. 2000 സ്ഥാപിതം ചെയ്ത ഒരു സ്കൂളാണിത്. എന്ത് സ്കൂളാണ്? GLP സ്കൂൾ മേലേരിയം. അതായത് ഏട്ടന് 1, 2, 3 അതിൻ്റെ ഇടയിൽ കോട്ടക്കൽ തന്നെ പഠിച്ചിട്ടുണ്ട്. ഇതേപോലെ ഇവിടെ വന്നിട്ട് ക്ലാസ്സിനൊക്കെ വരും. നല്ല പഠിക്കുന്ന കുട്ടിയൊക്കെ ഇരുന്ന് മാമൻ്റെ കൂടെ ചെന്ന് പണിയൊക്കെ എടുത്ത് കൊടുക്കും. മറ്റേ മെക്കാനിക്ക് പണിയൊക്കെ എടുത്തു. അങ്ങനെയാണോ മെക്കാനിക്ക് പഠിച്ചത് ഗൈസ്. അല്ല, ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ല പഠിക്കാൻ അമ്മമ്മയുടെ നല്ല കിട്ടും, ചാമ്പിക്കൊക്കെ പാടം കിട്ടും. അതാണ് മെയിൻ. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ഞാൻ 4ാം ക്ലാസ്സിലേറ്റ് പഠിക്കുമ്പോൾ 4ാം ക്ലാസ് പഠിക്കുമ്പോൾ ഞാൻ ഇതേപോലെ കോട്ടയ്ക്കുന്ന് ഓൻ്റെ പരിപാടി ഉണ്ടെന്ന് പറഞ്ഞ് വന്നിട്ടാ. ഏതെന്ന് അതായിരുന്നു ഗൈസ് ഓൻ്റെ പാട്ട്. എന്നിട്ട് ഓൻ മുറം പിടിച്ചിട്ട് ഇങ്ങനെ ആക്കുകയാണ്. അതിൻ്റെ ഇടയിൽ മുറം താഴത്ത് വീണ് ആരോ ചവിട്ടി എന്ന് പറഞ്ഞിട്ട് സ്ലേറ്റ് ഒക്കെ തച്ചിട്ടുണ്ട് ഓനല്ല ഓനെ ഒരു ചെറുക്കനെ തച്ചിട്ടൊക്കെ ഉണ്ട്. അത് അതിൻ്റെ സ്ഥാപിതമായ സ്കൂളാണ്. ഓൻ പഠിച്ച് ഈ നില വരെ എത്തിയത് ഈ സ്കൂളിൽ നിന്നും ആണ്. പിന്നെന്താ പറയാനുള്ളത്, ഇപ്പോൾ ഇവിടെ പാരമ്പര്യമായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നതാണ്. മാളിവിടെ പഠിച്ചത്. ഞാൻ മാത്രം ഈ ഭാഗത്ത് ഒന്നിലും പഠിച്ചിട്ടില്ല ഗൈസ്. ഒന്നില്ലെന്ന് വെച്ചാൽ ഇവിടെ ഒന്നും ഞാൻ പഠിച്ചിട്ടൊന്നുമില്ല. പക്ഷെ ഇവർക്ക് എല്ലാവർക്കും ഇന്നറിയാം. സബിത ടീച്ചർ അല്ലേ, സബിത ടീച്ചറൊക്കെ ഇന്നറിയാം ഗൈസ്. പിന്നെ അതിൻ്റെ മുന്നത്തെ ഹെഡ് മാസ്റ്റർ ഉണ്ട്, എന്താണ് അതിൻ്റെ പേര്? സതീശ സാറിനെ അമ്മയ്ക്കും അറിയാം, അതേപോലെ ഏട്ടനെ അറിയാം. ഞാൻ ഇവിടെ വന്ന് നിന്നെ അറിയാം. പിന്നെ എല്ലാവരും അറിയാം. അമ്മമ്മേനൊക്കെ കാര്യം നന്നായിട്ട് അറിയാം. ഞങ്ങൾ സതീശ മാസ കല്യാണത്തിനൊക്കെ വന്നത് ഗൈസ് പണ്ട്. അപ്പോൾ അതാണ് ഗൈസ് ഈ ഒരു ഇത്. ഒന്നുമില്ല, ഈ ഒരു ബിൽഡിങ്ങും അതേപോലെ ഈ ഒരു ബിൽഡിങ്ങും മാത്രമേ ഉള്ളൂ. വേറെ ഒന്നുമില്ല ഗൈസ് ഇവിടെ. ഒന്നെന്ന് വെച്ചാൽ ഒന്നുമില്ല. പക്ഷേ നല്ല അടിപൊളി സ്കൂളാണ്. ഇപ്പം ഇവിടെ കുറേ നല്ല മാറ്റങ്ങൾ വന്ന്. പാർക്ക് വന്ന്, അതേപോലെ അവക്കാടോൻ്റെ അതേപോലെ വഴുതനങ്ങയും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നേ. അപ്പം അങ്ങനെയൊക്കെയാണ് ഗൈസ്. അങ്ങനെ ഞങ്ങൾ എവിടെ എത്തിയെന്നറിയോ? ഞങ്ങളിപ്പോൾ എന്താ പറയുക,
നടന്ന് നീങ്ങി ഗൈസ്. സ്ഥലങ്ങളുണ്ട് ഗൈസ്, നല്ല വെയിറ്റ് ഉണ്ട് ഗൈസ്. നമുക്ക് ഗോകുലിനെ ഇതേ പറഞ്ഞ പോലെ ഞാൻ അന്ന് അവനോട് പറഞ്ഞേ, അന്ന് ഞായറാഴ്ച ആണല്ലോ ഇന്ന് പണിയില്ലേടി. ഇതേപോലെ ഞാൻ പറഞ്ഞു ഞാൻ അവനെ മറ്റേ ഗൾഫിലേക്ക് കൊണ്ടുപോയൊരു മാമനുണ്ട് അൻസാർ കാക്ക. ഞാൻ വരുന്ന വഴി ഇവിടെ എന്തോ ഒരു ശബ്ദം കെട്ടിയാൽ കാണുന്നുണ്ട് ഈ തൂങ്ങി കിടക്കണത് കണ്ടോ. നല്ല ഭംഗിയുള്ള സ്ഥലമാണ് ഗൈസ്. കണ്ടോ അതിൻ്റെ ഉള്ളിൽ കുട്ടികളൊക്കെ ഉണ്ടാവില്ലേ. ഞങ്ങളങ്ങനെ വീടിന്റെ സ്ഥാനത്തോട്ട് എത്തിച്ചേരുന്നുണ്ട് ഗൈസ്. ഞാൻ പറഞ്ഞില്ല നേരത്തെ ഒരു അൻസാർ ഖാന്റെ വീടിന്റെ കാര്യം പറഞ്ഞില്ലേ ഗൈസ്, ഇതാണ് അൻസാർ ഖാന്റെ വീട്. ഇപ്പൊ പഞ്ചായത്ത് കുളം ഉണ്ട് ഗൈസ്. ഇപ്പൊ കളഞ്ഞിരിക്കുന്നു. അതെ, പക്ഷെ നല്ല രസമുണ്ടല്ലേ. ഞങ്ങളൊരു വട്ടത്തിൽ കുളിക്കാൻ ഒരു തന്ത വന്ന് പറഞ്ഞുണ്ടാക്കി ഗൈസ്. അതിന്റെ ശേഷം ഞങ്ങൾ കുളിക്കാൻ വന്നില്ല. പെണ്ണുങ്ങൾ ഇവിടെ തന്നെയാണ് കാരട്ടക്കളവേ. കളവനെ കയ്യിൽ കിട്ടട്ടെ. പെണ്ണുങ്ങൾ ഇവിടെ തന്നെയാണ്, അത് ആണുങ്ങൾ ഇവിടെ തന്നെയാണ്. പെണ്ണുങ്ങൾ രാവിലെ വന്ന് കൂടിയതാണ്, പള്ളിപ്പടി പോയി പാട്ടാക്കി. ഇതാണ് ഗൈസ്. അപ്പൊ ഞങ്ങളിവിടെ വീടിൻ്റെ അവിടെ എത്തിയിരിക്കുന്നു ഗൈസ്. നോക്കിക്കോട്ടെ അതിനിതുണ്ട് അവിടെ വ്ളോഗ് ഇവിടെ വ്ളോഗ്. എന്താണ് ഇത്? ഇതെന്ത് ഇതിങ്ങനെയാണോ? ഇവിടെ പുഴയാണ് ഗൈസ്. പണ്ടൊക്കെ ഇവിടെ കുളിക്കാൻ വന്നിരുന്നു ഗൈസ് ചെറുപ്പത്തില്. അവിടെ ഉണ്ടായിരുന്നേലടി നമ്മള് കുളിക്കാൻ വന്നത്. ഇതിലായി മീനുണ്ട് ഇതില്. ചെമ്പാവം പോ ആനക്കുട്ടി ബാക്കിൽ ആള് വരുന്നുണ്ട് ഗൈസ്. വാ ഇനി പോവാ, വാ മതി. ഞങ്ങള് സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഇവിടെ നിന്ന് നേരെ പോയിട്ട് കുറച്ചിങ്ങോട്ട് പോയി കഴിഞ്ഞാല് കാണിച്ചിടാം. ഇതേപോലൊരു സ്ഥലമുണ്ട്, നിങ്ങൾക്ക് ഇറങ്ങിയിട്ട് അവിടെയാണ് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഒരു വലിയൊരു സാധനം നമ്മൾ ഗീവേ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം, അല്ലെങ്കിൽ വലിയൊരു ചാൻസ് നഷ്ടമാവും. ഒന്നിനെ കൊടുത്താൽ മതി, പെരുകിക്കോളും. ഇവിടെ ഒന്നിനെ കൊണ്ടുവന്നാൽ പെരുക്കൂല, രണ്ടെണ്ണത്തിന് കൊണ്ടു ഒരു പെണ്ണിനെ ആണെങ്കിലും കൊണ്ടായാലും പെരുക്കുള്ളൂ. വീട് താണ്ടിയിരിക്കുന്നു ഗൈസ്, അതാണ് ഞങ്ങളെ വീട്. പിന്നെ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ലൈക്ക്, സബ്സ്ക്രൈബ്, ഷെയർ. താങ്ക് യു.